മികവ് 2023-24 ഇടനിലയുടെ ക്യാൻവാസിൽ എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒരേടായി മാറി 2022-23 അധ്യയന വർഷത്തെ ചിലമ്പുലി. നീലാകാശ ചെരുവിൽ നിശയുടെ നിറവിൽ, നൂറിന്റെ നിറവിൽ വളരെ വർണ്ണാഭമായി മാറിയ ഒരു ആഘോഷരാവ്. ഇന്ന് 2023-24 അധ്യയന വർഷത്തെ ഇടനിലയുടെ മികവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് നഗരസഭയുടെ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വിദ്യാലയം 1923 ആണ്ടിൽ യശശരീരനായ ശ്രീ രാമൻ നായർ സാർ എന്ന മഹനീയ വ്യക്തി തന്റെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച കുടിപ്പള്ളിക്കൂടം ഇന്ന് 500-ലധികം വിദ്യാർത്ഥികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രീ പ്രൈമറി തലം മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത്. കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ശ്രീമതി രമാദേവി ടീച്ചർ സർവീസിൽ നിന്നും വിരമിച്ച് മാർച്ച് 31-ന് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് സ്കൂളിന്റെ പടിയിറങ്ങി. ഏപ്രിൽ 1-ന് പുതിയ സാരഥിയായി ശ്രീമതി ബാലാമണി ടീച്ചർ ചുമതലയേറ്റു. പഠനോത്സവം കുട്ടികളിലെ പഠന നൈപുണ്യവും ഭാഷാശേഷിയും സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള വേദിയായ പഠനോത്സവം ഏപ്രിൽ 12-ന് PTA പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ശ്രീമതി വസന്തകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവേശനോത്സവം ജൂൺ 1. വേനലവധിക്ക് ശേഷം വിദ്യാലയത്തിലേക്ക് ചുവടുവയ്ക്കുന്ന കുരുന്നുകൾ കളിയും ചിരിയുമായി സ്കൂളിലേക്ക് എത്തിയപ്പോൾ മധുരമൂറും പായസവും അക്ഷരത്തൊപ്പിയും സ്കൂൾ ബാഗും വർണ്ണക്കുടകളും നൽകി സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച പ്രവേശനോത്സവം സംസ്ഥാനതലം കുട്ടികൾക്ക് ഓൺലൈനായി വീക്ഷിക്കുവാൻ കഴിഞ്ഞു. തുടർന്ന് നമ്മുടെ സ്കൂൾ തല പ്രവേശനോത്സവം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഹരികേശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. സുഗതകുമാരി ടീച്ചറുടെ ഈ വരികൾ അർത്ഥവത്താക്കുന്ന ഒരു നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നട്ടുകൊണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ തടയുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ഒരു ഹരിത ചുവർ ഉയരുകയും ഏവരും പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ അതിൽ കുറിക്കുകയും ചെയ്തു. സ്കൂൾ ഹരിതസേന, എക്കോ ക്ലബ് എന്നിവ ആരംഭിക്കുകയും ചെയ്തു. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.
ജൂൺ 8 ബാലാമണി ടീച്ചർ മറ്റൊരു സ്കൂളിലേക്ക് പോകുകയും പ്രീതാദാസ് ടീച്ചർ ചുമതലയേൽക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന മഹത് യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാലയങ്ങൾ എല്ലാം തന്നെ ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടനില UPSഉം അത്തരമൊരു മാറ്റത്തിന്റെ പാതയിലാണ്. അറിഞ്ഞും പറഞ്ഞും ആടിയും പാടിയും നമ്മുടെ പ്രീ പ്രൈമറി കുരുന്നുകൾക്ക് അറിവ് സ്വായത്തമാക്കുവാൻ വേണ്ടി SSKയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി നമ്മുടെ സ്കൂളിൽ അതിമനോഹരമായി ഒരുങ്ങിക്കഴിഞ്ഞു. നമസ്കാരം. ഇടനില UPS മന്നൂർക്കോണം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വാർഷികാഘോഷമായ ചിലമ്പൊലി 2024 മുൻ വർഷങ്ങളിലേതുപോലെ പ്രൗഢഗംഭീരമായ വാർഷികാഘോഷം. മുൻ വർഷങ്ങളിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളും നല്ലവരായ നാട്ടുകാരും വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് നൽകിയ അംഗീകാരം ഈ വർഷവും തുടർന്ന് ഈ പരിപാടിയിലുണ്ടാകണം. 101ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശി ഈ നാടിൻ്റെ തന്നെ അഭിമാനമാണ്. ഒരു നാട്ടിൻ്റെ നന്മ എന്ന് പറയുന്നത് ഒരു നാട്ടിലുണ്ടാകുന്ന ഒരു നല്ലൊരു സ്കൂളാണ്. ഈ ചിലമ്പൊലി 2024 പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജൂൺ 19 വായനാ ദിനം. കാലം മാറുന്നതിനനുസരിച്ച് വായനയും മാറുന്നു. വായനയുടെ വിശാലമായ ലോകം നമുക്ക് മുന്നിൽ തുറന്നു തന്ന PN പണിക്കരുടെ ചരമദിന സ്മരണയിൽ ജൂൺ 19 വായനാ വാരാഘോഷത്തിന് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്തു. റേഡിയോ ക്ലബ്ബ് വഴി 1ാം ക്ലാസ്സുകാരുടെ കുട്ടിക്കവിതകൾ, 2ാം ക്ലാസ്സുകാരുടെ കഥ പറയൽ, 3ാം ക്ലാസ്സുകാരുടെ ഡയറി കുറിപ്പുകൾ, 4ാം ക്ലാസ്സുകാരുടെ ജീവചരിത്രം, 5ാം ക്ലാസ്സുകാരുടെ നോവലുകൾ, 6ാം ക്ലാസ്സുകാരുടെ ആത്മകഥ, 7ാം ക്ലാസ്സുകാരുടെ യാത്രാവിവരണം എന്നിവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടന്നു. മന്നൂർക്കോണം പീപ്പിൾസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ വിഭു പിരപ്പൻകോട് പുസ്തകവും വിദ്യാർത്ഥികളും, വായനാ ദിനവും PN പണിക്കരും, കഥാപാത്രങ്ങൾക്കൊരു കത്ത്, പുസ്തക പാരായണം എന്നീ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. സമാപന ദിനത്തിൽ സാഹിത്യ ക്വിസും കവിയരങ്ങും സംഘടിപ്പിക്കുകയും പ്രശസ്ത കവി ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ സാർ നാടൻ പാട്ടുകളും നാടൻ ശീലുകളും എന്ന വിഷയത്തിൽ കഥകളും കവിതകളുമായി കുട്ടികളോട് സംവദിച്ചു. മന്നൂർക്കോണം പീപ്പിൾസ് ലൈബ്രറി കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്കുള്ള സമ്മാനദാനം അന്നേ ദിവസം നൽകുകയും ചെയ്തു. വിശേഷമൊന്നുമില്ല. മൂപ്പന്റെ മക്കാനി കയറി ചെല്ലുമ്പോ എന്തെല്ലാം വിശേഷം കാണുന്നത്, എന്തെല്ലാം വിശേഷം ബെറ്റർ ലൈഫ് ഓർഗനൈസേഷൻ ഓഫ് മന്നൂർക്കോണം കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കഥോത്സവം. പ്രീ പ്രൈമറിയിലെ കുഞ്ഞുമക്കൾ ആടിയും പാടിയും കൊഞ്ചിയും കുഴഞ്ഞും തപ്പിയും തടഞ്ഞും കുട്ടിക്കഥകൾ പറയുന്ന കഥോത്സവം ജൂലൈ 5 നടന്നു. ബഷീർ ദിനം. മാംഗോസ്റ്റിൻ മരത്തണലിൽ വിശ്വസാഹിത്യം വിളയിച്ച ഇമ്മിണി ബല്യ കലാകാരന്റെ ഓർമ്മ ദിനം. പ്രത്യേക അസംബ്ലി ചേരുകയും ഡോക്യുമെന്ററി പ്രദർശനവും ക്വിസ് മത്സരവും നടക്കുകയും ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനവധി വിശേഷണങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേരിനാണ്. ചില വിദേശ മാധ്യമങ്ങൾ അദ്ദേഹം യഥാർത്ഥ സുൽത്താനാണെന്ന് പോലും കരുതിയത്രേ. സംശയമില്ലാത്ത ഒരേയൊരു കാര്യം അദ്ദേഹം മലയാളത്തിൽ എഴുത്തിന്റെ സുൽത്താനാണ് എന്നതാണ്.
ആ സുൽത്താൻ കഥകൾ പറഞ്ഞ് സ്വയം ഒരു കഥയായി മാറി. എത്ര പറഞ്ഞു. പ്രഭാത ഭക്ഷണ പരിപാടി. സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂലൈ 7 ശ്രീ പി ഹരികേശൻ നായർ സാർ നിർവഹിച്ചു. ചന്ദ്രയാൻ 3 ചരിത്ര നിമിഷം. വാനോളം ഭാരതം ഉയർന്ന നിമിഷങ്ങൾ. ചന്ദ്രയാൻ 3 വിക്ഷേപണം തത്സമയം സാക്ഷികളാകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു. 0 +5 seconds. जैसा कोई नहीं है, 80 नहीं 100 दिन दुनिया घुमा है, नहीं कहे तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पाती रुलाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। ജൂലൈ 21 ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തിൽ റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ രചന, ചാന്ദ്രദിന ക്യൂസ് തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 7 ഹിരോഷിമ ദിനത്തിൽ പ്രത്യേക അസംബ്ലി ചേരുകയും യുദ്ധവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു. യുദ്ധവിരുദ്ധ പോസ്റ്റർ, പ്ലക്കാർഡുകൾ തുടങ്ങിയവ നിർമ്മിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യത്തിന്റെ 76ാം വാർഷികം വളരെ വിപുലമായ രീതിയിൽ നടന്നു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുകയും HM, PTA, അധ്യാപകർ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകുകയും കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു. सारा जहां देख लिया, कहीं भी तेरे जैसा कोई नहीं है, 80 नहीं 100 दिन दुनिया घुमा है, नहीं कहे तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पाती रुलाती। सबसे प्यारी നാട്ടുകാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ധനസമാഹരണാർത്ഥം നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പ് സുതാര്യമായ രീതിയിൽ നടക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ചിങ്ങം 1 കർഷക ദിനം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ചുകൊണ്ടൊരു ദിനം. കുട്ടികളിൽ കൃഷിയുടെ മഹത്വം എത്തിക്കുന്ന വിവിധ പരിപാടികൾ നടന്നു. കേരളീയ വേഷത്തിൽ കുട്ടികളും അധ്യാപകരും സ്കൂളിലെത്തി. ഓണാഘോഷം.
ഓണക്കോടിയും പൂക്കളവും പൂവിളിയും ഓണസദ്യയുമൊക്കെയായി ഇത്തവണത്തെ ഓണാഘോഷം കളറായി മാറി. വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി. പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി. നെയ്യാര തുഴ വീശി നെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തുടി കൊട്ടി അമ്പേറിൻ താളം തുള്ളി. గరిగమని ధమధని సగారి ధని సగరి సని సని ధమాప గరిగమని ధమధని సగారి ధని సగరి సని సని ధమాప. നെടുമങ്ങാട് മുനിസിപ്പൽ തല ഘോഷയാത്രയിൽ സ്കൂളിന്റെ സാന്നിധ്യം അറിയിക്കുകയും 3ാം സ്ഥാനം കരസ്ഥമാക്കാനും കഴിഞ്ഞു. മുനിസിപ്പൽ തല അത്തപ്പൂക്കള മത്സരത്തിൽ നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനം നേടി SS ഉയർത്തിക്കാട്ടി. സമാപന സമ്മേളനത്തിലെ കലാപരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ. ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ. കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. കലോത്സവം വിദ്യാർത്ഥികളുടെ കലാവാസന പരിപോഷിപ്പിക്കുന്ന കലോത്സവം സെപ്റ്റംബർ 29-30 തീയതികളിൽ നടന്നു. സ്കൂൾ ശാസ്ത്രമേള സബ് ജില്ലാതല മേളകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള സ്കൂൾ തല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകൾ നടന്നു.
വരയുത്സവം. പ്രീ പ്രൈമറി കുട്ടികളിലെ വരയുത്സവവുമായി ബന്ധപ്പെട്ട രക്ഷകർത്തൃ ശില്പശാലകൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ സാർ നിർവഹിക്കുകയും ചെയ്തു. പരിപാടിയിൽ മുഖ്യ അതിഥിയായി ചിത്രകാരൻ ശ്രീ അരുൺ പങ്കെടുക്കുകയും വരയുടെ ആദ്യ പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാത്മജിയുടെ ജന്മദിനം. ദീപം തെളിയിച്ച് ഗാന്ധി ഗീതങ്ങൾ ആലപിക്കുകയും മൗന പ്രാർത്ഥന നടത്തുകയും ചെയ്തു. അന്നേ ദിവസം സ്കൂൾ പരിസരം അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് വൃത്തിയാക്കുകയും ചെയ്തു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. തികച്ചും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് തല തെരഞ്ഞെടുപ്പ് നടന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മാതൃകയിൽ ബൂത്തും പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും വിരലടയാളവും എല്ലാം ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പിന്റെ അനുഭവം കുട്ടികളിൽ ഉളവാക്കി. സബ് ജില്ലാ ശാസ്ത്രമേളകളിലും കലോത്സവത്തിലും തിളങ്ങി നമ്മുടെ സ്കൂൾ. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ 1, 2 സ്ഥാനങ്ങൾ ഉൾപ്പെടെ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. സബ് ജില്ലാതല കലോത്സവത്തിലും വിജയം കരസ്ഥമാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ. സബ് ജില്ലാതല കലോത്സവത്തിലും വിജയം കരസ്ഥമാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ. UP വിഭാഗം അറബിക് നെടുമങ്ങാട് സബ് ജില്ലയിലെ തന്നെ ഓവറോൾ നേടി അഭിമാനാർഹരായി. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അറബിക് പദപ്പയറ്റിൽ പയറ്റി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 1ാം സ്ഥാനക്കാരിയായി മാറി 7ാം ക്ലാസ്സിലെ മിസ്ലൂന ഖദീജ. സംസ്കൃതം സ്കോളർഷിപ്പ് നേടി സഫ സമീർ. സ്പോർട്സിലും ഇടനില. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട് എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത് മുഹമ്മദ് 3ാം സ്ഥാനക്കാരനായി. കഴിഞ്ഞ വർഷം നടന്ന LSS പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ വസുദേവ്, സഫ സമീർ, അൻഹ ഫാത്തിമ എന്നിവർക്ക് സാധിച്ചു. ക്രിസ്മസ് ആഘോഷം. ക്രിസ്തുവിന്റെ ജനനത്തിൽ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ചു. പുൽക്കൂട് നിർമ്മാണവും ക്രിസ്മസ് കരോളും ക്രിസ്മസ് കേക്കും ഐസ്ക്രീമും ബിരിയാണിയുമെല്ലാം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ക്രിസ്മസ് ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറുകയും ചെയ്തു. മില്ലറ്റ് ഫെസ്റ്റ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരു മില്ലറ്റ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. പോഷക ഗുണങ്ങളാൽ സമൃദ്ധമായ ചെറുധാന്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവ എങ്ങനെ ഭക്ഷ്യയോഗ്യമായ രീതിയിൽ ആക്കാമെന്ന് തിരിച്ചറിഞ്ഞു.
കൃഷിയിലേക്ക്. എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടക്കുകയും അത് നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കഴിഞ്ഞു. ശിശുദിനം, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷപൂർവ്വം നടന്നു. കുട്ടി ചാച്ചാജിമാരായി കുഞ്ഞുങ്ങൾ മാറുകയും ക്വിസ് മത്സരം, അസംബ്ലി, പ്രസംഗം എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്തു. പഠനത്തോടൊപ്പം പായസവും. 6ാം ക്ലാസ്സിലെ സയൻസ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഫ്രൂട്ട് സാലഡും സദ്യയും കൂട്ടി ഒരു ഉച്ചയൂണ്. ചെമ്പാവ് പുന്നില്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടി തെരുവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ വലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരത്തുന്ന മനപായസം. പ്രീ പ്രൈമറി കുട്ടികൾക്കായി കളിയിടത്തിലേക്ക് നമ്മുടെ മുൻ HM ശ്രീമതി രമാദേവി ടീച്ചർ കളിപ്പാട്ടങ്ങൾ സംഭാവന നൽകി. SSKയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻക്ലൂസീവ് ഷട്ടിൽ ടൂർണമെന്റിലും കലാമത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിച്ച് 7ാം ക്ലാസ്സുകാരി അതുല്യ. ഊർജ സംരക്ഷണ രംഗത്തെ സർക്കാർ സ്ഥാപനമായ എനർജി മാനേജ്മെന്റ് സെന്റർ ഊർജ സംരക്ഷണ ഉപകരണങ്ങളും പ്രവർത്തനങ്ങളും നേരിട്ടറിയുന്നതിനുള്ള ക്യാമ്പസ് സന്ദർശന പരിപാടിയായ ഉണർവിലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. ഉച്ചഭക്ഷണം. പതിവ് വിഭവങ്ങൾക്ക് അവധി നൽകി ഇടയ്ക്കിടെ നെയ്ച്ചോറും കോഴിക്കറിയും ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകി വരുന്നു. പഠന വിനോദയാത്ര. കുഞ്ഞു മനസ്സിന്റെ ക്യാൻവാസുകളിൽ സൗഹൃദത്തിന്റെ ഒരുപിടി കൂർമ്മകൾ സൂക്ഷിക്കാൻ ഒരു കൊടൈക്കനാൽ യാത്ര. ഈ വർഷം സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന 7ാം ക്ലാസ്സുകാർക്കായി നടത്തിയ യാത്ര. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി ഇന്ന് സഫലമാകുകയാണ്. കളികളിലൂടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി 13 ഇടങ്ങളിലായി വർണ്ണക്കൂടാരം കുട്ടികളെ വരവേൽക്കാനായി ഒരുങ്ങി. കണ്ടും കേട്ടും കളിച്ചും വരച്ചും അഭിനയിച്ചും പാടിയും പഠിക്കുന്നതിനുമുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ക്ലാസ് PTA-കൾ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ കുട്ടികളുടെ കഴിവുകൾ ബോധ്യപ്പെടുത്തുന്നതിനായുള്ള ക്ലാസ് PTA-കൾ നടന്നുവരുന്നു. സ്കൂൾ ലൈബ്രറി. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി വിപുലമായ പുസ്തക ശേഖരവുമായി നല്ലൊരു സ്കൂൾ ലൈബ്രറിയും എല്ലാ ക്ലാസുകളിലും ക്ലാസ് ലൈബ്രറികളും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാന വിഷയങ്ങൾക്ക് പുറമെ അറബിക്, സംസ്കൃതം മുതലായവയും
കായികാധ്യാപനം, കലാപഠനം എന്നീ കാര്യങ്ങളിലും അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് നയിക്കുവാൻ BRCയിൽ നിന്ന് സ്പെഷ്യൽ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഹെൽത്ത് സെന്ററിൽ നിന്നും ഒരു നഴ്സിന്റെ സേവനവും നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ്. സാംസ്കാരിക വകുപ്പും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഒരു സൗജന്യ ചിത്രരചനാ ക്ലാസും നടത്തിവരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും. ശനിയാഴ്ചകളിൽ LSS, USS പരിശീലന കളരി, പിന്നോക്കക്കാർക്ക് അക്ഷര വെളിച്ചം പദ്ധതി, വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ റൂട്ടിലേക്കും യാത്രാ സൗകര്യം ലഭ്യമാക്കിക്കൊണ്ട് 3 സ്കൂൾ വാഹനങ്ങൾ തൊളിക്കോട്, തേവൻപാറ, പാണയം, തുരുത്തി, വിതുര, 16 കല്ല്, ചുള്ളിമാനൂർ തുടങ്ങി എല്ലാ മേഖലകളിലും നിന്നുമുള്ള കുട്ടികളെ നമ്മുടെ സ്കൂളിൽ എത്തിക്കുന്നതിൽ ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരും ആയമാരും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഉച്ചഭക്ഷണം ചോറിനോടൊപ്പം വിവിധ കൂട്ടുകറികളും പായസവും നെയ്ച്ചോറും ബിരിയാണിയും പാകം ചെയ്യുന്ന ചേച്ചിമാരുടെ സേവനവും സ്കൂളിന് മുതൽക്കൂട്ടാണ്. PTA വികസന സമിതി പ്രവർത്തനങ്ങളും വളരെ മികച്ച രീതിയിൽ നടന്നു വരുന്നതും പ്രശംസനീയമാണ്. HM ശ്രീമതി പ്രീത ടീച്ചറിന്റെ നേതൃത്വത്തിൽ 500-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരുമായി വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കുതിക്കുന്ന നമ്മുടെ സ്കൂളിൽ പുതിയ ഡിവിഷനുകൾ വർദ്ധിച്ചു വരുന്നു. ഈ വർഷവും അധികമായി ലഭിച്ച ഡിവിഷനുകൾ സ്കൂളിന്റെ മികവ് വിളിച്ചോതുന്നു. 100 വർഷം പൂർത്തിയാക്കി കാലവും ചരിത്രവും സാക്ഷിയാക്കി ഈ അറിവിന്റെ അക്ഷരമുറ്റം മുന്നോട്ട് ഗമിക്കുമ്പോൾ ഈ ചിലമ്പുലിയും മായാതെ നിൽക്കട്ടെ. ഇനിയും നൂറ്റാണ്ടുകളോളം അറിവ് തേടിയെത്തുന്ന കുരുന്നുകളുടെ അഭിലാഷങ്ങൾക്കും ആശകൾക്കും പുതിയ ചിറകുകൾ വിരിയട്ടെ. നാടിന്റെ യശസ് വാനോളം ഉയർത്തുന്ന ഒരു വിദ്യാലയ മുത്തശ്ശിയായി ഏറെക്കാലം ഇടനില മുന്നോട്ട് കുതിക്കട്ടെ എന്ന പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ ടീം ഇടനില.